നമസ്കാരം. ആയുർചിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. അതായത് വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു റെമഡിയാണിത്. അപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു താല്പര്യം ശരീരം മെലിയണോ എന്നില്ല, വയറ് മാത്രം കുറയാനുള്ള ഡ്രിങ്ക് പരിചയപ്പെടുത്താമോ എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനും കൂടെയുള്ള ഒരു ആൻസറാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിതിൽ വളരെ നാച്ചുറലായിട്ടുള്ള കുറച്ച് മരുന്നുകൾ ചേർത്തിട്ട് ഒരു പൗഡർ ഫോമിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള സമയത്ത്, അതായത് രാവിലെ എണീറ്റാൽ ഉടനെ വെറും വയറിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ വീതം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണെന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം 3 ഡ്രിങ്കിനെ കുറിച്ച് മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം എല്ലാവരുടെയും തന്നെ കയ്യിൽ കിട്ടുന്നതാണ്. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ തന്നെ ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇത്തരം ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്ന സമയത്ത് അത് ശരീരത്തിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ ഉരുക്കി കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അടിഞ്ഞുകൂടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗങ്ങളിലാണ് എപ്പോഴും കാണപ്പെടാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയും വേണം, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. കാരണം അധികം ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും അത്ര ഇതിനെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്ന ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഇത് ഒരു സ്പൂൺ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്നും ഇതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരികയൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇനി ഇത് പലപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ വയറ് കുറയാനുള്ളതാണ്. പക്ഷെ അതിലൊരു ചെറിയ കാര്യമുണ്ട്. നമ്മൾ PCOD പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാവാറുണ്ട് സ്ത്രീകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കൂടെ ചെറുതായിട്ടൊരു വ്യായാമവും അതുപോലെ ഒരു ഡയറ്റ് കൺട്രോളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിപ്പം ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കല്ല, പൊതുവായിട്ട് എല്ലാ ആളുകൾക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് കുറയ്ക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ മസ്റ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഡയറ്റ്, അതുപോലെ ഒന്ന് വ്യായാമം, മറ്റൊന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് നമ്മൾ ദിവസം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആരോഗ്യപരമായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. കാരണം അതെല്ലാം നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട്, അതായത് പ്രോട്ടീൻസും ഒക്കെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റാണ് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പൊതുവെ വഴിവെക്കാറുണ്ട്. അപ്പോൾ അത്തരം ഡയറ്റ് പ്ലാനുകൾ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. നമുക്ക് ദിവസത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാത്രം ഒന്ന് കുറയ്ക്കുക. ബാക്കിയെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ. കാരണം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ചെല്ലുമ്പോഴാണ് പെട്ടെന്നുള്ള ആ ഒരു വെയിറ്റ് കൂടുന്നത്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല മലയാളികൾക്ക് പൊതുവെ. അതുകൊണ്ട് ഒരു കുറഞ്ഞ എമൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും പ്രോട്ടീൻസും പയറ്, കടല പോലുള്ളവയൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നോൺ വെജും ഉപയോഗിക്കണം. എല്ലാം ചെറിയൊരു എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്യുന്നത് PCOD പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ളവർക്ക് നല്ലതാണ്. ഇനി പൊതുവേ ഒരു BMI കറക്റ്റായിട്ടുള്ള ഒരാളാണ്, പക്ഷെ അവർക്ക് വയറ് മാത്രം കൂടുതലാണ് എന്നുള്ള രീതിയാണെങ്കിലും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. പിന്നെ പൊതുവേ കുറച്ച് മടി പിടിച്ച ആളുകളും ഒരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വ്യായാമം എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കിയിട്ട് രാവിലെ കുടിക്കാം. ഇനി വൈകുന്നേര സമയത്തും ഫോളോ ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളവരാണെങ്കിൽ 2 നേരം ഒരു ദിവസം ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു പോവാതെ ആയുർവേദ മരുന്നുകൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ആയുർവേദ ബ്രാൻഡുകളുടെയും തന്നെ പ്രൊഡക്റ്റ് ഫാർമായുഷ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതുമാത്രമല്ല സിദ്ധ, യുനാനി, ഹോമിയോ മെഡിസിൻസും തന്നെ ലഭ്യമാണ്. ഇന്ത്യയിലും വിദേശത്തും ഡെലിവറി സൗകര്യമുള്ള ഫാർമായുഷിന് ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യവും കൂടെ ഉണ്ട്. അതുപോലെ farmayush.com വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഫാർമായുഷ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ നിങ്ങൾക്ക് വാങ്ങാൻ സൗകര്യമുണ്ട്. സോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഏതെല്ലാം എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വാങ്ങിക്കാവുന്നതാണ്.
ഇന്നത്തെ ഫാറ്റ് കട്ട് ഡ്രിങ്ക് തയ്യാറാക്കാൻ നമുക്കിതിൽ പ്രധാന ചേരുവ എന്ന് പറയുന്നത് അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ സീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു അയമോദകത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അറിയണമെങ്കിൽ തൊട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാം, അതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ദഹനം ശരിയായിട്ട് നടത്താൻ സഹായിക്കുന്നുണ്ട്. ദഹനം ശരിയായിട്ട് നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഫാറ്റിന് കൂടുതലായിട്ട് അടിഞ്ഞുകൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നില്ല. ഈ ദഹനം ശരിക്കും നടക്കാതെ വരുമ്പോഴാണ് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതൊരു ടോക്സിനായിട്ട് മാറും. അത് മെറ്റബോളിസം കുറയ്ക്കുകയും അതുവഴി നമുക്ക് ഇത്ര കലോറി ബേൺ ചെയ്യുന്നു എന്നുള്ളത് അതും കുറയ്ക്കും. അതുകൊണ്ടാണ് ദഹനം ശരിക്കും നടക്കാത്ത സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കൊഴുപ്പടിഞ്ഞുകൂടുന്നത്. ഇനിയിപ്പം ഇത് മെറ്റബോളിസം കറക്റ്റായിട്ട് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വളരെ ഈസി ആയിട്ട് സഹായിക്കും. നെക്സ്റ്റ് മല്ലിയാണ്, മുഴുവനായിട്ടുള്ള മല്ലി, നമ്മൾ കറികളൊക്കെ ഇടുന്ന ഈ ഒരു മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസും എസെൻഷ്യൽ വൈറ്റമിൻസും ഒക്കെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ ഫാറ്റിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മല്ലിയാണ് നെക്സ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് വലിയ ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് ആണ്. ഇപ്പം ഈ ഒരു വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയ ജീരകം ഇതേ അളവിൽ ചേർക്കാം. നമ്മൾ അജ്വൈൻ എടുത്തത് 2 സ്പൂൺ ആണെങ്കിൽ ഈ ഒരു മല്ലി 1.5 സ്പൂണും അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് അല്ലെങ്കിൽ പെരുംജീരകം വലിയ ജീരകം എടുത്തിട്ടുള്ളത് ഒരു 1/2 സ്പൂണുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ വലിയ ജീരകത്തിൽ വൈറ്റമിൻ കെയും സിയും ഇയും മാംഗനീസ് കോപ്പർ സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു മാർഗ്ഗമാണ്. സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇത് വളരെ നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ BP കുറയ്ക്കാൻ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ, ബ്ലഡിനെ രക്തത്തെ ശുദ്ധീകരിക്കാൻ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ഇതിൽ ചുക്കിൻ്റെ ചെറിയ പീസും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചുക്കും തന്നെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ എക്സസ് ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ ഞാനൊരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ മല്ലിയും ഒക്കെ ചുക്കും ഒക്കെ ഇട്ടൊന്ന് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങളിതിലേക്ക് ജീരകവും അയമോദകവും ചേർത്താൽ മതി, ഇല്ലേ കരിഞ്ഞു പോവും. ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ച് അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഫൈൻ പൗഡർ ആവണമെന്നില്ല. അതിനുശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ എഴുന്നേറ്റ് ആ വെറും വയറിൽ തന്നെ നമുക്കിത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ സാധിക്കും. അപ്പം പെട്ടെന്ന് ഒരുപാടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും. അപ്പോൾ കുറഞ്ഞൊരു എമൗണ്ടിൽ മതി. അപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റ് വന്നാൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതൊരു പൗഡർ ഫോമിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ഒരു 1.5 ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിളച്ച് 1 ഗ്ലാസ് ആയിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കത് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം ഒരു ഇളം ചൂടിൽ കുടിക്കാൻ നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അല്പം ചൂട് പോയതിന് ശേഷം വേണമെങ്കിൽ അല്പം ഒരു തേനും കൂടെ ഒഴിച്ച് സ്വാദിന് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ലാതെ തന്നെ വളരെ സ്വാദുള്ളൊരു ഡ്രിങ്കാണ്. ഇനിയിപ്പം ഡൈജഷന് വേറെ അസിഡിറ്റി പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു അല്പം ലെമൺ ജ്യൂസ്, അതൊരു 1/4 സ്പൂൺ 1/2 സ്പൂണൊക്കെ മതിയായിരിക്കും. ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഡ്രിങ്കാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നമുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം ആരോഗ്യപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.